എങ്ങനെയാണ് ടോപ്പ് സ്റ്റുഡൻസ് പഠിക്കുന്നത്? അവർക്ക് എങ്ങനെയാണ് ഇങ്ങനെ മാർക്ക് വാങ്ങാൻ സാധിക്കുന്നത്? എന്താണ് അവരുടെ ഹാബിറ്റ്സ് എന്ന് നിങ്ങൾ എപ്പോഴും ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ? നിങ്ങൾക്കും അവരെ പോലെ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ ആഗ്രഹമുണ്ടോ? എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. ഇന്ന് നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത് സക്സസ്ഫുൾ സ്റ്റുഡൻസിൻ്റെ 10 ഹാബിറ്റ്സിനെ കുറിച്ചാണ്. സോ ലെറ്റ്സ് ഡു ഇറ്റ്. ഹായ് ഓൾ, ഇറ്റ്സ് മീ യുവർ ബ്രദർ ആൻഡ് വെൽക്കം ബാക്ക്. സോ ഹാബിറ്റ് നമ്പർ 1, സ്റ്റേ ഓർഗനൈസ്ഡ്. സക്സസ്ഫുൾ ആയിട്ടുള്ള സ്റ്റുഡൻസ് ക്ലാസ്സിലേക്ക് വരുമ്പോൾ അവരുടെ കയ്യിൽ ആവശ്യത്തിന് വേണ്ട സാധനങ്ങളെല്ലാം ഉണ്ടാവും. എല്ലാം അവർ ഓർഗനൈസ് ചെയ്തിട്ടാവും കൊണ്ടുവരിക. പെന്ന്, പെൻസിൽ, ഹൈലൈറ്റ് മാർക്കേഴ്സ് എല്ലാം ഉണ്ടാവും. അല്ലാതെ ക്ലാസ്സിൽ വന്നിട്ട് എടാ 2 പെന്നുണ്ടോ, ഇന്ത്യയിൽ പെൻസിലില്ല, സ്കെയിലില്ല എന്നൊന്നും പറഞ്ഞ് അലയില്ല. അവർക്ക് ആവശ്യത്തിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണോ അവരത് കൊണ്ടുവരും. എല്ലാ സബ്ജക്റ്റിനും സെപ്പറേറ്റ് ആയിട്ട് ബുക്സ് കീപ്പ് ചെയ്യുക. ആൻഡ് അതേപോലെ ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ നിങ്ങളുടെ ബാഗിൽ ഉണ്ടെങ്കിൽ അതെടുത്ത് മാറ്റുക. ചിലർ അവരുടെ ബാഗ് വളരെ ഡിസോർഗനൈസ്ഡ് ആയിട്ടായിരിക്കും കൊണ്ടു നടക്കുക. ആവശ്യമില്ലാത്ത പേപ്പറൊക്കെ ചിലപ്പോൾ ചുരുട്ടിയിട്ട് അതിലിട്ടിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ മാറ്റുക. ഇടയ്ക്കിടയ്ക്ക് ബാഗ് ക്ലീൻ ചെയ്യാം. ഓക്കെ, സ്റ്റേ ഓർഗനൈസ്ഡ്. നമ്പർ 2, ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റ് ഇൻ ക്ലാസ്. നിങ്ങളുടെ കൈ പൊന്തണം, വോളണ്ടിയർ ആവുക, ക്വസ്റ്റ്യൻസ് ചോദിക്കുക. ഇങ്ങനെ ആക്റ്റീവായിട്ടുള്ള സ്റ്റുഡൻസിനെ ടീച്ചേഴ്സിന് ഭയങ്കര ഇഷ്ടമാണ്. ആൻഡ് അതേപോലെ അവർക്ക് കാര്യങ്ങൾ കുറച്ചുകൂടി ഈസി ആയിട്ട് മനസ്സിലാക്കാനും എക്സാമിന് നന്നായിട്ട് പെർഫോം ചെയ്യാനും സാധിക്കും. അതേപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് അവർ ആ ലേണിംഗ് പ്രോസസ്സിൽ ആക്റ്റീവായിട്ട് പങ്കെടുക്കുന്നതുകൊണ്ട് ഇങ്ങനെയുള്ള സ്റ്റുഡൻസിന് പഠനത്തിനോട് എപ്പോഴും ഒരു പോസിറ്റീവ് മെൻറ്റാലിറ്റി ആയിരിക്കും. നമ്പർ 3, ഹാവ് സം ഹോബീസ്. ചില ആളുകൾ ചിന്തിക്കുന്നത് ഈ ഹോബീസ് ഒന്നും എനിക്ക് വേണ്ട, അതൊരു വേസ്റ്റ് ഓഫ് ടൈം ആണ് എന്നൊക്കെയാണ്. പക്ഷേ അത് ശരിയല്ല. നമ്മളുടെ ശരീരത്തെയും മനസ്സിനെയും ഒക്കെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാനും ആൻഡ് അതേപോലെ ഈ സ്ട്രെസ്സ്, ആൻസൈറ്റി തുടങ്ങിയ മെൻ്റൽ ഡിസോർഡേഴ്സ് ഒന്നും ഉണ്ടാവാതിരിക്കാനും ഹോബീസ് ഹെൽപ്പ് ചെയ്യും. സോ ഈച്ച് ആൻഡ് എവ്രി വൺ മസ്റ്റ് ഹാവ് സം ഹോബീസ്. സോ ഈ ഹോബീസൊക്കെ ഫ്രീ ആയിട്ട് ഈസി ആയിട്ട് നിങ്ങളുടെ കൺവീനിയൻസ് അനുസരിച്ച് പഠിക്കാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്. ഒരൊറ്റ പൈസ പോലും നിങ്ങൾ കൊടുക്കേണ്ട ആവശ്യമില്ല, കംപ്ലീറ്റ്ലി ഫ്രീ. അതാണ് യെല്ലോ ക്ലാസ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കുട്ടികളുടെ ലൈഫ് ആൻഡ് ഇൻറ്ററാക്റ്റീവ് ഹോബി ക്ലാസ്സസ് ലേണിംഗ് പ്ലാറ്റ്ഫോമാണ് യെല്ലോ ക്ലാസ്. 3 മുതൽ 15 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഡാൻസ്, പാട്ട്, കുക്കിംഗ്, യോഗ, ആർട്ട് അങ്ങനെ ഒരുപാട് ഹോബീസ് ഫ്രീ ആയിട്ട് പഠിക്കാനുള്ള ഒരവസരമാണ് ഇവർ ഒരുക്കിയിട്ടുള്ളത്. അതോടൊപ്പം പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് ക്ലാസ്സുകളും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതും ഈ ക്ലാസ്സസ് എല്ലാം ഡിസൈൻ ചെയ്തിട്ടുള്ളത് എക്സ്പേർട്ട് ആയിട്ടുള്ള മെൻറ്റേഴ്സാണ്. ഡാൻസ് ഇന്ത്യ ഡാൻസ് വിന്നറായിട്ടുള്ള സൽമാൻ യൂസഫ് ഖാൻ, മാസ്റ്റർ ഷെഫ് ഇന്ത്യ വിന്നറായിട്ടുള്ള റിപു ഹണ്ട, ഷാൻ അങ്ങനെ സെലിബ്രിറ്റീസും ഇതിൽ ക്ലാസ്സസ് എടുത്ത് കൊടുക്കുന്നുണ്ട്. 20 ലക്ഷത്തിലധികം ആളുകൾ ഇതിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. ആൻഡ് മന്ത്ലി 10 ലക്ഷത്തിലധികം കുട്ടികൾ അവർക്ക് ഇഷ്ടപ്പെട്ട ഹോബീസ് ഇതിലൂടെ പഠിക്കുന്നുണ്ട്. പിന്നെ മാത്സ്, ഇംഗ്ലീഷ്, ജനറൽ നോളജ്, ലോജിക്കൽ റീസണിങ് അങ്ങനെയുള്ള ക്ലാസ്സസും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുമാത്രമല്ല, ഹോബീസ് പഠിക്കുന്നതോടൊപ്പം കുട്ടികൾക്ക് പ്ലേ സ്റ്റേഷൻ, ഐപാഡ്, സൈക്കിൾ, ആമസോൺ വൗച്ചേഴ്സ് അങ്ങനെ ഒരുപാട് പ്രൈസസും കാര്യങ്ങളും ഒക്കെ വിൻ ചെയ്യാനും സാധിക്കും. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഏപ്രിലിൽ ഇവരൊരു കോമ്പറ്റീഷൻ അറേഞ്ച് ചെയ്യുന്നുണ്ട്. കുട്ടികൾക്ക് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ട് OnePlus സ്മാർട്ട് HD TV, യെല്ലോ ക്ലാസിൻ്റെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഗുഡീസ്, ബോട്ട് സ്റ്റോം വാച്ച്, 3 ലക്ഷം വരെയുള്ള സ്കോളർഷിപ്പ് ഇതൊക്കെ വിൻ ചെയ്യാം. അപ്പോൾ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് യെല്ലോ ക്ലാസിൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. എന്നിട്ട് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്ത് തുടങ്ങാം. ഈ സ്റ്റെപ്സൊക്കെ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾ ഈ പ്രൈസസ് വിൻ ചെയ്യാനായിട്ട് എലിജിബിൾ ആവും. സോ ഈ ഒരു അവസരം മാക്സിമം യൂസ് ചെയ്യുക. നിങ്ങൾക്ക് പറ്റിയില്ലെങ്കിൽ നിങ്ങളുടെ അനിയനോ അല്ലെങ്കിൽ അനിയത്തിയോ കസിൻസോ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ബിക്കോസ് അത്രയ്ക്ക് നല്ലൊരു പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ അതൊക്കെ മാക്സിമം യൂസ് ചെയ്യാം. നമ്പർ 4, ഡോണ്ട് ബി എ പെർഫെക്ഷനിസ്റ്റ്. ഇവിടെ ലേണിംഗ് പ്രോസസ്സിനെ കുറിച്ചാണ് പറയുന്നത്. പല സ്റ്റുഡൻസും ഈ പ്രോസസ്സ് എന്ന കാര്യത്തിന് അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കാറില്ല. ഒരു കാര്യം ചെയ്ത് നോക്കുമ്പോൾ ആരും അവരുടെ ആദ്യത്തെ ട്രയൽ തന്നെ പെർഫെക്റ്റ് ആയിട്ട് അത് ചെയ്യുന്നില്ല. സക്സസ്ഫുൾ ആയിട്ടുള്ള സ്റ്റുഡൻസിന് അറിയാം വല്ലാണ്ട് ഫ്രസ്ട്രേറ്റ് ആവുന്നതിന് മുമ്പ് തന്നെ ഹെൽപ്പ് വേണമെങ്കിൽ അത് ചോദിക്കണം എന്ന്. ആൻഡ് ടീച്ചേഴ്സ് ഒരിക്കലും എല്ലാ ഏരിയാസിലും സ്റ്റുഡൻസ് പെർഫെക്റ്റ് ആവും എന്നൊന്നും എക്സ്പെക്റ്റ് ചെയ്യില്ല. ഹോംവർക്കൊക്കെ നമുക്ക് എന്തിനാണ് തരുന്നത്? നമ്മളുടെ സ്കിൽ ഇമ്പ്രൂവ് ചെയ്യാനാണ്. സോ മിസ്റ്റേക്സ് വരും ആൻഡ് ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഓക്കെ. അതിൽ നിന്ന് പുതിയ കാര്യങ്ങൾ പഠിക്കുക. നമ്പർ 5, യൂസ് അഡീഷണൽ സ്റ്റഡി റിസോഴ്സസ്. നേരത്തെ പറഞ്ഞല്ലോ, സക്സസ്ഫുൾ ആയുള്ള സ്റ്റുഡൻസിന് അറിയാം എപ്പോൾ ഹെൽപ്പ് ചോദിക്കണം എന്ന്. നിങ്ങൾക്ക് ക്ലാസ്സിൽ പഠിപ്പിച്ചൊരു കാര്യം, ഒരു കൺസെപ്റ്റ് ശരിക്കും മനസ്സിലായിട്ടില്ലെങ്കിൽ അത് പിന്നീട് മിസ്സിനോട് പ്രൈവറ്റായിട്ട് ചോദിക്കാം, ഫ്രണ്ട്സിൻ്റെ അടുത്ത് പറഞ്ഞുതരാൻ പറയാം, ഓൺലൈനിൽ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാം, അതിനെ ബേസ് ചെയ്ത് കൂടുതൽ പ്രോബ്ലംസ് ചെയ്ത് നോക്കാം. ആൻഡ് നിങ്ങൾക്ക് വേണമെങ്കിൽ ട്യൂഷന് പോവുകയും ചെയ്യാം. നമ്പർ 6, ഗെറ്റ് എ ഗുഡ് നൈറ്റ് സ്ലീപ്പ്.
കുറേ സ്റ്റുഡൻസ് വളരെ ലേറ്റ് ആയിട്ടാണ് രാത്രി ഉറങ്ങാൻ പോവാറ് ആൻഡ് പ്രോപ്പർ റെസ്റ്റ് കിട്ടാതെ ആയിരിക്കും അവർ ക്ലാസ്സിലേക്ക് വരികയും ചെയ്യുക. നേരത്തെ തന്നെ ഹോംവർക്ക്സ് ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് ആവശ്യത്തിന് ഉറങ്ങുന്ന സ്റ്റുഡൻസ് എപ്പോഴും ക്ലാസ്സിൽ ഭയങ്കര അലേർട്ടായിരിക്കും. പഠിപ്പിക്കുമ്പോൾ ശരിക്കും ശ്രദ്ധിക്കാൻ പറ്റും. ദ നാഷണൽ സ്ലീപ്പ് ഫൗണ്ടേഷൻ 14 മുതൽ 17 വയസ്സ് വരെയുള്ള ടീനേജേഴ്സ് 8 മുതൽ 10 മണിക്കൂർ വരെ ഉറങ്ങണം എന്നാണ് പറയുന്നത്. ഇതിനേക്കാൾ പ്രായം കുറഞ്ഞ സ്റ്റുഡൻസ് ഇതിനേക്കാൾ കൂടുതൽ സമയം ഉറങ്ങണം. സോ പാതിരാത്രി വരെ ചുമ്മാ ഫോണും കളിച്ചിരിക്കാതെ get some good sleep. Number 7, have a steady space. മിക്ക സ്റ്റുഡൻസിനും ഹോംവർക്ക് ചെയ്യാനിരിക്കുമ്പോഴും പഠിക്കാനിരിക്കുമ്പോഴും ഒക്കെ ഭയങ്കര ഡിസ്ട്രാക്ഷൻസ് ആണ്. ഫോണ്, TV, അങ്ങനെ. ഇത് സ്റ്റുഡൻസിന് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. സക്സസ്ഫുൾ സ്റ്റുഡൻസിന് അറിയാം എങ്ങനെ ഡിസ്ട്രാക്ഷൻസ് ഒന്നുമില്ലാതെ ഒരു ക്വയറ്റ് ആയിട്ടുള്ള റൂമിൽ ചെന്നിരുന്ന് പഠിക്കണം, ഹോംവർക്ക് ചെയ്യണം എന്നൊക്കെ. ചില സ്റ്റുഡൻസ് ഹോംവർക്ക് ചെയ്യാനൊക്കെ ഇരിക്കുന്നത് ഡൈനിങ് ടേബിളിലായിരിക്കും. അത് മാറ്റുക. പകരം ഹോംവർക്ക് ചെയ്യാനായിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട് ഒരു സ്പേസ് റെഡിയാക്കാം. ഡിസ്ട്രാക്ഷൻസ് ഒന്നും ഇല്ലാത്ത ഒരു റൂം ചൂസ് ചെയ്യാം. ഓക്കെ. നമ്പർ 8, യൂസ് ടെക്നോളജി ടു യുവർ അഡ്വാൻറ്റേജ്. ഇന്ന് നമുക്കറിയാം സ്റ്റുഡൻസിന് ഇൻ്റർനെറ്റ് ആക്സസ് ചെയ്യാൻ കഴിയും. എന്തിനെ പറ്റി നമുക്കറിയാൻ സാധിക്കും. പണ്ടൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കാര്യത്തെക്കുറിച്ച് അറിയണമെങ്കിൽ ലൈബ്രറിയിലൊക്കെ പോയിട്ട് കഷ്ടപ്പെട്ട് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കണമായിരുന്നു. ബട്ട് ഇന്ന് എല്ലാം മാറി വന്നിരിക്കുകയാണ്. നിങ്ങൾക്ക് കൂടുതൽ സ്റ്റഡി മെറ്റീരിയൽസ് വേണോ, പ്രാക്ടീസ് പ്രോബ്ലംസ് വേണോ, ടീച്ചിങ് വീഡിയോസ് വേണോ, ആർട്ടിക്കിൾസ് വേണോ, സെർച്ച് ഓൺ ഇൻ്റർനെറ്റ് എല്ലാം കിട്ടും. സോ അതൊക്കെ മാക്സിമം യൂസ് ചെയ്യുക. നമ്പർ 9, ഹാവ് ആൻ അജണ്ട. എപ്പോഴും ഒരു അജണ്ട കീപ്പ് ചെയ്യുക. അതായത് നിങ്ങൾക്കൊരു അക്കഡമിക് പ്ലാനർ ഉണ്ടായിരിക്കണം. എന്നിട്ട് അതിൽ നിങ്ങൾക്ക് അസൈൻമെൻറ്റ്സ് ഒക്കെ തരുമ്പോൾ അതിൽ മാർക്ക് ചെയ്ത് വെക്കാം. നിങ്ങളുടെ പ്രോഗ്രസ് മാർക്ക് ചെയ്യാം. നമുക്കറിയാം ചില സമയത്ത് ടീച്ചേഴ്സ് നമ്മളോട് അസൈൻമെൻറ്റ് പ്രിപ്പയർ ചെയ്യാൻ പറയും. 2 ആഴ്ച സമയം തന്നിട്ടുണ്ടാകും. ബട്ട് 2 ദിവസം കഴിയുമ്പോഴത്തേക്ക് നമ്മളത് മറക്കും. പിന്നെ തലേ ദിവസമായിരിക്കും അയ്യോ മിസ് നാളെ അസൈൻമെൻറ്റ് വയ്ക്കാൻ വന്നിട്ടുണ്ടല്ലോ എന്നും പറഞ്ഞ് ഓർമ്മ വരിക. പിന്നെ ആകെ ബുദ്ധിമുട്ടാകും. സോ അത്തരത്തിലുള്ള പ്രോബ്ലംസൊക്കെ അവോയ്ഡ് ചെയ്യാനായിട്ട് എപ്പോഴും ഒരു അക്കഡമിക് പ്ലാനർ കീപ്പ് ചെയ്യാം. ഓക്കെ. നമ്പർ 10, പുട്ട് ഇൻറ്റഗ്രിറ്റി ആൻഡ് ഓണസ്റ്റി ഫസ്റ്റ്. ഇവിടെ നമ്മൾ എക്സാമിന് കോപ്പി അടിക്കരുത് എന്നുള്ള കാര്യം മാത്രമല്ല പറയുന്നത്. ഇപ്പം നമുക്കറിയാം സ്റ്റുഡൻസിൻ്റെ അടുത്ത് ഒരു അസൈൻമെൻറ്റ് റെഡിയായി കൊണ്ടുവരാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവരത് നെറ്റിൽ നിന്ന് ഒറ്റയടിക്ക് ഡൗൺലോഡ് ചെയ്യും. ചിലർ മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിക്കും. ഫോർ എക്സാമ്പിൾ ടീച്ചർ പറഞ്ഞിട്ടുണ്ടാകും നിങ്ങൾ കൂടുതൽ കാര്യങ്ങളൊക്കെ റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് ഒരു എസ്സേ എഴുതി കൊണ്ടുവരണം എന്ന്. പക്ഷേ ചില സ്റ്റുഡൻസ് അതിങ്ങ് റിസർച്ച് ചെയ്യാനൊന്നും പോവില്ല. പകരം അതങ്ങ് ഡയറക്റ്റായിട്ട് സെർച്ച് ചെയ്ത് കോപ്പി പേസ്റ്റ് ചെയ്ത് വെക്കും. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ശരിക്കും ഒരു എസ്സേ എങ്ങനെ എഴുതണം എന്നുള്ളത് മനസ്സിലാവില്ല. എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് മനസ്സിലാവില്ല. നിങ്ങൾക്കതുകൊണ്ട് ഒരു ഉപകാരം ഉണ്ടാവില്ല. സോ ഒരു വർക്ക് തരുമ്പോൾ അതിന് വേഗം ഷോർട്ട് കട്ട്സ് തേടി പോവാതെ ആ പ്രോസസ്സ് എന്താണ് എന്ന് ശരിക്കും മനസ്സിലാക്കാം. ഓക്കെ. ദർ ഈസ് നോ ഷോർട്ട് കട്ട് ടു സക്സസ്. ഓക്കെ. സോ ഇതാണ് സക്സസ്ഫുൾ ആയിട്ടുള്ള സ്റ്റുഡൻസിൻ്റെ 10 ഹാബിറ്റ്സ്. സോ നിങ്ങൾക്കും ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള സ്റ്റുഡൻറ്റ് ആകണമെങ്കിൽ ഈ ഹാബിറ്റ്സ് ഒക്കെ ഫോളോ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തോളാം. ആൻഡ് യെല്ലോ ക്ലാസ് ഡൗൺലോഡ് ചെയ്യാൻ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഓക്കെ. സോ ഐ ഹോപ്പ് ദിസ് വീഡിയോ വാസ് യൂസ്ഫുൾ ഫോർ യു. അങ്ങനെയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സോ താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. ഹാവ് എ നൈസ് ഡേ.